അയാൾ ദിവസവും ഓരോ റോബോട്ടിനെ വെടിവെച്ച് കൊല്ലുമായിരുന്നു. അവയ്ക്ക് പേടി എന്ന വികാരം ഉണ്ടോ എന്നറിയാനായിരുന്നു അത്. അങ്ങനെയിരിക്കെയാണ് ഒരു റോബോട്ടിന് സ്വന്തമായി ബോധമുണ്ടായെന്നും അത് തന്നെ നിർമ്മിച്ച ഡോക്ടറെ കൊന്നുവെന്നും അയാൾ അറിയുന്നത്. കൊലയാളി റോബോട്ടിനെ പിടിക്കാൻ ജാക്ക് തീരുമാനിച്ചു. അവൻ എല്ലാ റോബോട്ടുകളെയും ഒരു ഗോഡൌണിൽ പൂട്ടിയിട്ടു. അതിനിടയിൽ ജാക്ക് ഒരു റോബോട്ടിനെ വെടിവെക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരു വിചിത്രമായ കാര്യം സംഭവിച്ചു. കൂട്ടത്തിൽ ഒരു റോബോട്ട് ചെറുതായിട്ടൊന്നനങ്ങി. ജാക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നെങ്കിലും അപ്പോഴേക്കും അത് പഴയപടി തന്നെ നിന്നു. ജാക്കിനൊന്നും മനസ്സിലായില്ല. ഒരുപാട് റോബോട്ടുകൾക്ക് നടുവിൽ നിൽക്കുന്നത് ജാക്കിൽ ചെറിയ പേടിയുണ്ടാക്കി. തന്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു നിന്ന ജാക്കിനെ ആ കൊലയാളി റോബോട്ട് പെട്ടെന്ന് ആക്രമിച്ചു. അവൻ ജാക്കിനെ ദൂരേക്ക് എടുത്തെറിഞ്ഞു. ഇനി രക്ഷയില്ല, താൻ മരിക്കാൻ പോവുകയാണ് എന്ന് ജാക്ക് കരുതി. പക്ഷേ റോബോട്ട് അവനെ കൊന്നില്ല. പകരം അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ അധികം ദൂരം പോകുന്നതിന് മുൻപേ പോലീസ് അതിനെ വളഞ്ഞു. മതിൽ ചാടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഒടുവിൽ പോലീസ് അതിനെ പിടികൂടി. ജാക്ക് ആ റോബോട്ടിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവിടെ വെച്ച് കണ്ട കാഴ്ച ജാക്കിനെ ശരിക്കും ഞെട്ടിച്ചു. ആ റോബോട്ട് മനുഷ്യരെ പോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. താൻ ആരെയും കൊന്നിട്ടില്ല എന്ന് അത് ജാക്കിനോട് തീർത്തു പറഞ്ഞു.